നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് അന്തിമ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് സമാന്തരമായി നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളും MLA-മാരുടെ നിലപാട് ചർച്ചയും നിർണായകമായി തീരും. എന്തായാലും പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനയനുസരിച്ച് നിയമസഭാ കക്ഷിയിൽ ഭൂരിഭാഗം പേരും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സംഘടനയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന വാദമാണ് ഈ MLA-മാർ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. MLA-മാരുടെ ഈ പിന്തുണ KCയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂട്ടുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വി ഡി സതീശനായി നടക്കുന്ന പന്തംകൊളുത്തി പ്രകടനങ്ങളിലും അതിരുവിട്ട പ്രതിഷേധങ്ങളിലും ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചതായാണ് വിവരം. പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങളെ ഗൗരവത്തോടെയാണ് നേതൃത്വം കാണുന്നത്. സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ ഇത്തരം ഷോ ഓഫ് നീക്കങ്ങൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായേക്കാം എന്ന സ്ഥിതിയാണ് നിലവിൽ. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യം നേതൃത്വം സതീശനെ നേരിട്ടറിയിക്കും. തർക്കം പരിഹരിച്ച് ഒരു പൊതുസമ്മതിയിലേക്ക് എത്താനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. അതായത് എല്ലാ തർക്കങ്ങളും ചർച്ചയിലൂടെ പരിഹരിച്ച് വൈകുന്നേരത്തോടെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. 3 നേതാക്കളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പവർ ഷെയറിംഗ് ഫോർമുല നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ തെളിയുന്നത്. മുഖ്യമന്ത്രി പദത്തിനൊപ്പം നിർണായകമായ വകുപ്പുകളും ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ച് വീതം വെക്കുന്നതിലൂടെ പ്രതിഷേധം തണുപ്പിക്കാമെന്നാണ് ഡൽഹി നേതൃത്വം കണക്കുകൂട്ടുന്നത്. വൈകുന്നേരത്തോടെ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ പേര് പുറത്തു വരുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിരിക്കും. രമേശ് ചെന്നിത്തലയും മുതിർന്ന നേതാവ് എന്ന നിലയിൽ പരിഗണിക്കപ്പെടുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. വി ഡി സതീശനാകട്ടെ ജനവികാരവും തന്റെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിജയവും ഉയർത്തിക്കാട്ടുകയാണ്. സംഘടനയുടെ കരുത്തും ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണയും KCക്ക് കരുത്താവുന്നുണ്ട്. എന്തായാലും KC വേണുഗോപാലിന്റെ പേര് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ വി ഡി സതീശൻ അതിനെ ഏത് രീതിയിൽ നേരിടും എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വൈകുന്നേരത്തോടെ ഡൽഹിയിൽ നിന്നും വെളുത്ത പുക ഉയരുമെന്നും കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് അണികൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ ഭരണസാരഥി ആരാകുമെന്ന കാര്യത്തിൽ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് അന്തിമവട്ട ചർച്ചകൾ മുറുകുമ്പോൾ രാഷ്ട്രീയ കേരളം ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ്. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ കോൺഗ്രസ് മുഖ്യമന്ത്രി പദത്തിനായി 3 പ്രമുഖ നേതാക്കൾ രംഗത്തെത്തിയതോടെയാണ് ഹൈക്കമാൻഡ് തീരുമാനം കടുപ്പമായത്. എന്തായാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. എന്തായാലും ഈ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന തീരുമാനമാകും കേരളത്തിന്റെ അടുത്ത 5 വർഷത്തെ രാഷ്ട്രീയ ഗതി നിശ്ചയിക്കുക. അതേസമയം കേരളത്തിന്റെ തെരുവുകളിൽ വി ഡി സതീശനായി നടക്കുന്ന പന്തംകൊളുത്തി പ്രകടനങ്ങളും ആവേശകരമായ മുദ്രാവാക്യങ്ങളും ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പട നയിച്ചവൻ നാടു നയിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി സതീശൻ അനുകൂലികൾ രംഗത്തിറങ്ങുന്നത് പാർട്ടി അച്ചടക്ക ലംഘനത്തിന് വിരുദ്ധമാണ് എന്ന നിലപാടിലാണ് ഒരു ഭാഗം മുതിർന്ന നേതാക്കൾ. ഇത്തരം പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങളെ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിലെത്തിയ സതീശനെ ഈ അതൃപ്തി നേരിട്ട് അറിയിക്കുമെന്നാണ് സൂചനകളും. എന്തായാലും അണികളുടെ അതിരുവിട്ട സ്നേഹപ്രകടനം സതീശന്റെ സാധ്യതകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മുതിർന്ന നേതാവ് എന്ന പരിഗണനയിൽ തനിക്ക് ഇത്തവണയെങ്കിലും മുഖ്യമന്ത്രി പദം ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് രമേശ് ചെന്നിത്തലയും. ഉമ്മൻചാണ്ടിക്ക് ശേഷം പാർട്ടിയെ ദുർഘടമായ സാഹചര്യങ്ങൾ നയിച്ചത് തന്നോട് ഹൈക്കമാൻഡ് നീതി കാണിക്കുമെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും ഡൽഹിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നല്ല ബന്ധങ്ങളുള്ള ചെന്നിത്തല വി ഡി സതീശൻ KC വേണുഗോപാലും തമ്മിലുള്ള വടംവലികൾക്കിടയിൽ തനിക്ക് നറുക്കു വീഴുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അനുഭവ സമ്പത്തുള്ള ഒരാൾ തലപ്പത്തിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ സന്തുലിതമാക്കാൻ സഹായിക്കുമെന്നാണ് ഒരു കണക്കുകൂട്ടൽ. എന്തായാലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും അണികൾക്കിടയിലും വി ഡി സതീശന് വലിയ തോതിൽ സ്വാധീനമുണ്ട്. അത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി സർക്കാരിനെതിരെ സതീശൻ നടത്തിയ പോരാട്ടങ്ങളാണ് കോൺഗ്രസിനെ അധികാരത്തിൽ തിരികെ എത്തിച്ചത് എന്നത് വികാരം, അതായത് ആ ഒരു വികാരം ശക്തമാണ്. ഈ ജനപ്രതീതിയെ അവഗണിച്ച് മറ്റൊരു തീരുമാനം എടുത്താൽ അത് വരും നാളുകളിൽ പാർട്ടിയെ തളർത്തുമെന്ന് സതീശൻ അനുകൂലികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. MLA-മാരുടെ താല്പര്യത്തിനപ്പുറം
ജനഹിതം കൂടി പരിഗണിക്കാൻ ഹൈക്കമാൻഡ് നിർബന്ധിതമാകുന്ന സാഹചര്യം കൂടിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. സംഘടനയെ സുസജ്ജമാക്കിയതാണ് KC വേണുഗോപാലിന് അനുകൂലമായി മാറിയതും. എന്തായാലും ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നും MLA-മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വെറും പ്രസംഗങ്ങൾക്ക് അപ്പുറം പാർട്ടിക്ക് ആവശ്യമായ വിഭവങ്ങളും ഊർജവും നൽകിയത് KC ആണ് എന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന 47 പേരുടെ അഭിപ്രായവും. ഇത്രയും വലിയൊരു ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയുള്ള ഒരാളെ തടയുന്നത് ജനാധിപത്യ വിരുദ്ധം അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നിലനിൽക്കുന്ന കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാകും എന്നാണ് ഹൈക്കമാൻഡ് കണക്കുകൂട്ടൽ. എന്തായാലും VD സതീശന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിലെ പ്രധാന ആശങ്കയും അദ്ദേഹം ഒരു മാസ് ലീഡർ എന്ന നിലയിൽ വളരുന്നതിന് ഗ്രൂപ്പ് അതീതമായ ഭരണത്തിന് തടസ്സമാകുമോ എന്നതാണ്. കൂടാതെ നിലവിൽ സതീശന്റെ പേരിൽ ഉയരുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഹൈക്കമാൻഡ് അധികാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലായി മാറിയതായും ദേശീയ നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. സംഘടനയിലെ അച്ചടക്കത്തിന് മുൻഗണന നൽകുന്ന ഹൈക്കമാൻഡ് സതീശനെ നിയന്ത്രിക്കുന്നതിനായി അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി പദമോ പ്രധാനപ്പെട്ട മറ്റു പല വകുപ്പുകളോ നൽകി അനുനയിപ്പിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായില്ല. എന്തായാലും അധികാര കൈമാറ്റത്തിന് മുന്നോടിയായി 2 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വരുമെന്നതും KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിസന്ധി തീർക്കുന്നുണ്ട്. അദ്ദേഹം ലോക്സഭാ അംഗമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ ചലനങ്ങൾ നേതൃത്വം ഗൗരവമായി തന്നെയാണ് കാണുന്നത്. എന്നാൽ 102 സീറ്റിലെ വലിയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ പാർട്ടിയെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസവും KC പക്ഷത്തിനുണ്ട്. ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ KCയുടെ ഡൽഹി സ്വാധീനം ഗുണകരമാകുമെന്നാണ് അവർ വാദിക്കുന്നത്. എന്താകും മുഖ്യമന്ത്രി പദം എന്നതിന് അറിയാൻ അതിനോട് ഉത്തരം കിട്ടാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം ഇനി അവശേഷിക്കുന്നുള്ളൂ.